Let's discuss about the meaning of political exposure. It's not a common term. Often there is a political risk as far as international investors are concerned. Clear? We always used to discuss these terms in the class, that political uncertainty, issues like war, all that happens. Even disputes over resources, മിഡിൽ ഈസ്റ്റിലൊക്കെ പെട്രോളിയം ഒക്കെ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ടാവും. ടാക്സ് റെഗുലേഷൻസ് വരുമ്പോൾ, ഈവൻ ട്രേഡ് ടാരിഫ്സ്, ലേബർ ഒക്കെ വരുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ക്യാൻ ഹാപ്പൻ. ഓൾ ദിസ് വിൽ ക്രിയേറ്റ് എ കൺഫ്യൂഷൻ എമംഗ് ദ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് all that will affect the exchange rate also. ക്ലിയർ? അപ്പോൾ ഒരു കൺട്രിയുടെ പോളിസി, അല്ലെങ്കിൽ ആ കൺട്രിയുടെ നിയമങ്ങൾ, അല്ലെങ്കിൽ ആ കൺട്രിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലേഷൻസ് ഒക്കെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടേഴ്സാണ് എന്തിൻ്റെ, ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ. ക്ലിയർ? സോ അതൊക്കെ ബിസിനസ്സിനെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, എക്കണോമിക് ആയിട്ടുള്ള ക്രൈസിസിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. സോ പ്രിസൈസായിട്ട് നമുക്കൊരു ഡെഫിനിഷനായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്, if it happens in political setup in a country, which will lead to change in the exchange rate, it is known as political risk. It is also known as geopolitical risk. Clear? And let's see the common types of political risk. One is the government interference. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇൻ്റർഫിയറൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു റിസ്ക്കാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ഓർ കൺവേർഷൻ. ഫോറിൻ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ലോക്കൽ കറൻസി, അതായത് ഇപ്പോൾ നമ്മളോട് ലോക്കൽ കറൻസീനെ ഹാർഡ് കറൻസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു കറൻസിയിൽ നിന്ന് ഒരു കറൻസിയിലേക്കുള്ള ട്രാൻസ്ഫറിന് വല്ല റെസ്ട്രിക്ഷനും വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പൊളിറ്റിക്കൽ റിസ്ക്, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷനാണ്. ഈവൻ പൊളിറ്റിക്കൽ വയലൻസ്, യുദ്ധങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൾഡ് വാർസ് ആവാം, ഹോട്ട് വാർസ് ആവാം. അപ്പോൾ അതൊക്കെ ഒരു കമ്പനിയുടെ അസറ്റിനെ ഡിസ്ട്രോയ് ചെയ്യണതാണ്. അങ്ങനെ അതും എക്സ്ചേഞ്ച് റേറ്റിനെ എഫക്റ്റ് ചെയ്യും. ക്ലിയർ? ആൻഡ് ലെറ്റ്സ് സീ ദ മെത്തേഡ്സ് ഓർ ടെക്നിക്സ്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുക? ഈസി ആയിട്ടുള്ള വഴികളാണ്. ഒന്ന്, പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ടാവും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാം. ക്ലിയർ? ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഏത് കൺട്രിയിലാണ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉള്ളത്, ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള കൺട്രിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല. അനദർ വേ ഓഫ് മാനേജിങ് പൊളിറ്റിക്കൽ എക്സ്പോഷർ ഇസ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ റിസ്കിനെ ബിസിനസ് സ്ട്രാറ്റജീസായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതായത് നമ്മളിപ്പോൾ പറയില്ലേ, 3 സ്ട്രാറ്റജീസാണ് മൾട്ടിനാഷണൽ കമ്പനീസ് ഈ ഒരു കാര്യത്തിന് അഡാപ്റ്റേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് ലോക്കൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്, ഒന്ന് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഇൻഷുറൻസ്. ലോക്കൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ലോക്കൽ ഫേംസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാവാം, ഗവൺമെൻറ്റൊക്കെ ആവാം, അവരുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇവിടുത്തെ ഒരു നിയമവശങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു കമ്പനി ഇവിടെ വന്നിട്ട്, ഇന്ത്യയിൽ വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യണം. ഇവിടുത്തെ ലോക്കൽ ഫ്രാഞ്ചൈസീസ്, ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം, അതൊക്കെ നോക്കിയിട്ട് വേണം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. ക്ലിയർ? നമ്മൾ ചിലപ്പോൾ നെസ്കഫേയുടെയൊക്കെ എക്സാമ്പിൾസ് പറയുമ്പോൾ പല കൺട്രീസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന നെസ്കഫേക്ക് പല ടേസ്റ്റാണ്, പല അരോമയാണ്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഓരോ കൺട്രീസിലും കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഫോം ഓഫ് അഡാപ്റ്റേഷൻ. അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കൽ റിസ്ക് കുറവായിരിക്കും. ചില കൺട്രീസിൽ ചില സാധനങ്ങൾ പ്രൊഹിബിറ്റഡ് ആണ്, ഫുഡിൽ ഇൻക്ലൂഡഡ് ആവാൻ. അപ്പോൾ ഈവൻ ഇഫ് നമ്മൾ ആ ഒരു ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവരികയാണെങ്കിലും അതിൻ്റെ എല്ലാ ടേസ്റ്റും അനുസരിച്ചിട്ട് വേണം ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വെച്ചാലും ഇവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസും കൂടി. അപ്പോൾ ലോക്കലായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യുക.
ദാറ്റ് ഈസ് വൺ മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡെവലപ്മെൻറ്റൽ അസിസ്റ്റൻസ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഹോസ്റ്റ് കൺട്രിയിൽ കുറച്ചും കൂടിയും ബെനിഫിഷ്യലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരു കൺട്രി നമ്മുടെ കൺട്രിക്ക് ഡെവലപ്മെൻറ്റ് ഓഫർ ചെയ്യുക. അപ്പോൾ ആ ഫേമും നമ്മുടെ നേഷനും പാർട്ട്നേഴ്സ് ആവുമ്പോൾ രണ്ടുപേർക്കും അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാവണം. ക്ലിയർ? അപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു കമ്പനി വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ അഡാപ്റ്റേഷൻ ബിക്കംസ് മോർ ഈസി. അപ്പോൾ പൊളിറ്റിക്കൽ റിസ്ക് വളരെ കുറവായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻഷുറൻസ്. ദിസ് ഈസ് ഓൾസോ എ മെത്തേഡ് ഓഫ് അഡാപ്റ്റേഷൻ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് വാങ്ങിക്കുക. അതായത് ഇവിടെ ഉണ്ടാവുന്ന റിസ്കിനെതിരെ അവർ കമ്പനി പ്രൊട്ടക്റ്റഡ് ആവാൻ ഇൻഷുർഡ് ആവുക. ക്ലിയർ? അപ്പോൾ ലോക്കൽ കറൻസി വേറൊരു കറൻസിയിലേക്ക് കൺവേർട്ടബിളൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവി ലോസ് വരാതിരിക്കാൻ നമ്മൾ ഇൻഷുറൻസ് കൊണ്ടുവരിക. ഈവൻ യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ടെററിസം അറ്റാക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കമ്പനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ ഇൻഷുറബിൾ ആവാം. സോ ദിസ് വാസ് എ സെക്കൻഡ് മെത്തേഡ്, സെക്കൻഡ് സ്ട്രാറ്റജി, ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻ. തേർഡ് വൺ എന്നുള്ളത് ത്രെറ്റാണ്. പൊളിറ്റിക്കൽ റിസ്ക് മാനേജ് ചെയ്യാൻ ഉള്ളൊരു, അതായത് ഒരു ഹോസ്റ്റ് കൺട്രിയിൽ റോ മെറ്റീരിയൽ, ടെക്നോളജി അതൊക്കെ കൺട്രോൾ ചെയ്യാം. Firm may threaten the host country that the supply of materials, product of technology would be stopped if its function is disrupted. അതായത് ഒരു കൺട്രി നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ കൺട്രിയിലേക്ക് കൊണ്ടുവരും. പൊളിറ്റിക്കലി വല്ല റിസ്ക് ഉണ്ടായാൽ ഇതൊക്കെ നിർത്തിവെക്കും എന്ന് ആ കൺട്രി, ആ ഒരു ഫേം ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മളുടെ കൺട്രിക്കാണ് അതിൻ്റെ ത്രെറ്റ്. അപ്പോൾ അങ്ങനെ ത്രെറ്റൻ ചെയ്യുക എന്നുള്ളതൊരു ഒരു മെത്തേഡാണ്, ഒരു സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യണത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലോബിയിങ്. ഇൻഫ്ലുവൻസിങ് ദ പൊളിറ്റിക്കൽ പാർട്ടി. ലോക്കൽ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, ലോബിയിങ് ഒരു മെത്തേഡാണ്. ലോബിയിങ് എന്ന് പറഞ്ഞാൽ ഹയറിങ് പീപ്പിൾ, നമ്മളുടെ ബിസിനസ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഫേമിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വാടകയ്ക്ക് എടുക്കുക. ക്ലിയർ? അപ്പോൾ ലോക്കലായിട്ടുള്ള പബ്ലിക് ഒഫീഷ്യൽസിനെ മീറ്റ് ചെയ്തിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരിക. അതാണ് ലോബിയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേവറബിളായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു ഇൻ്റർനാഷണൽ ഫേം ആണെങ്കിലും അവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആൾക്കാരെ കൈക്കലാക്കാം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ടെററിസം കൺസൾട്ടൻസ്. ടെററിസം റിസ്ക് മാനേജ് ചെയ്യാൻ MNC എന്താ ചെയ്യുക വെച്ചാൽ ഈ ഒരു ത്രെറ്റിനെ നേരിടാനുള്ള എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്ത് കൂടെ നിർത്തും. കൗണ്ടർ ടെററിസം. അപ്പോൾ ടെററിസം വരാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്മൾ നേരിടാൻ പറ്റുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, അതും പൊളിറ്റിക്കൽ റിസ്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇൻവാല്യുബിൾ സ്റ്റാറ്റസ്. Achieving a status of indispensability is an effective strategy. Such company keep research and development. അതായത് നമ്മളില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടുവരിക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിവിടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്റ്റാറ്റസ് നിലനിർത്തുക. നമ്മൾ പ്രത്യേകമായി ഹൈ ടെക്നോളജി കൊണ്ടുവന്നിട്ടൊക്കെ നമ്മളുടെ ഈ ഹോസ്റ്റ് കൺട്രിയിൽ നമ്മളുടെ ഒരു പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ റിസ്ക് വന്നാലും നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റണം. ക്ലിയർ? ലീസിങ്, ഇവിടുത്തെ സാധ്യതകളെ ലീസ് ചെയ്യുക. നമ്മൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് പല കാര്യങ്ങളും കൊണ്ടുവരാതിരിക്കുക. ആൻഡ് നെക്സ്റ്റ് ഇസ് പൊളിറ്റിക്കൽ റിസ്ക് ഇൻഷുറൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലോബൽ കമ്പനിക്ക് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും പൊളിറ്റിക്കൽ റിസ്കിനെതിരെ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് അവിടെ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമാണ് പൊളിറ്റിക്കൽ റിസ്കിന് എക്സ്പോഷർ ഉണ്ട്.
ആൻഡ് പൊളിറ്റിക്കൽ റിസ്ക് ഇൻവോൾവ് ആണ്. നൗ യു ഹാവ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പോഷർ. ഇൻട്രസ്റ്റ് റേറ്റിന് എന്നും ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്നുള്ള ഫാക്ടർ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ക്ലിയർ? ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലും ഇതുപോലെ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഇൻട്രസ്റ്റ് ബെയറിംഗ് അസറ്റ് സച്ച് ആസ് ലോൺ ആൻഡ് ബോണ്ട്, ലോണിനും ബോണ്ടിനും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ വ്യതിയാനം കൊണ്ട് നമുക്കുണ്ടാവുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന റിസ്ക്കാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് കുറയാനും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ബോണ്ടിൻ്റെ പ്രൈസ് കൂടാനുമുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ? അതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം. ഇപ്പം ഞാൻ ഒരു 10,000 രൂപ 100 രൂപ വാല്യൂ ഉള്ള ബോണ്ട് 10,000 ഓഫ് ₹100 ഈച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അതിന് 5% റിട്ടേൺ കിട്ടുന്നുണ്ട്. ഒരു വർഷത്തേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആലോചിച്ചറിയാം, 10,000 രൂപയാണ്, 5% നമുക്ക് കിട്ടും. 10,000 പ്ലസ് 5% എന്ന് പറയുമ്പോൾ 500 10,000 പ്ലസ് 500 10,500 റുപ്പീസ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ബോണ്ടുകൾ ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ്, പുതിയ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 6%. ക്ലിയർ? അപ്പോൾ അവർക്ക് ആ പുതിയ ഇഷ്യൂ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് ഇപ്പോൾ എനിക്കുള്ളത് പഴയ ബോണ്ടാണ്, എനിക്ക് 5% തന്നെ കിട്ടുള്ളൂ. വേറൊരാൾ പുതിയ ബോണ്ട് എടുത്തു, അയാൾക്ക് 6% കിട്ടുമെന്ന് പറഞ്ഞാൽ 10,000 അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ 10,000 പ്ലസ് 6% 10,600 കിട്ടും. 10,600. ക്ലിയർ? അപ്പോൾ എനിക്ക് കിട്ടണത് എന്താ? 10,500 അവർക്ക് കിട്ടണത് എന്താ? 10,600 അപ്പോൾ നമുക്ക് 100 രൂപ നമ്മൾക്ക് കുറവാണ് അല്ലേ? ഇപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻട്രസ്റ്റ്, ഇപ്പം നമ്മുടെ ബോണ്ട് വിൽക്കാം എന്ന് വിചാരിച്ചാലും നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ ബോണ്ടിന് വാല്യൂ ഇല്ല. കാരണം എന്താ? ഇതേ ബോണ്ട് 6% ഇപ്പോൾ അവിടെ കൊടുക്കുന്നത്. അതായത് നമ്മൾക്ക് 5% എന്നുള്ള ഇൻട്രസ്റ്റ് 5% എന്നുള്ള ഇൻട്രസ്റ്റ് മാർക്കറ്റിൽ 6% ആയപ്പോൾ നമ്മുടെ ബോണ്ടിൻ്റെ വാല്യൂ കുറയുകയാണ്. അതാണ്, ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് the price of the bond what we hold may fall in the future. ഇതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോണ്ട് വിൽക്കാനുള്ള തീരുമാനം വെച്ചാൽ എനിക്ക് 10,000 റുപ്പീസ് കിട്ടുമോ? കാരണം എൻ്റെ ബോണ്ട് വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ആ ബോണ്ട്, അതേപോലത്തെ ബോണ്ട് 6% റേറ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ബോണ്ടിന് മാർക്കറ്റിൽ വാല്യൂ കിട്ടണം വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക? അത് ആ 10,000 റുപ്പീസ് വിലയുള്ള ബോണ്ട് 9,000-നോ 8,000-നോ ഒക്കെ വിൽക്കേണ്ടി വരും. എന്നാലേ അത് 5% എടുക്കാൻ ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ബോണ്ടിൻ്റെ വില കുറയും. അപ്പോൾ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ബോണ്ടിൻ്റെ പ്രൈസ് കുറയും. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും കേൾക്കാം ഈ ഭാഗം. ക്ലിയർ? ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് വരുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് റിസ്ക്കാണ്. പ്രൈസ് റിസ്ക്കും ഉണ്ട്, റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്കും ഉണ്ട്. പ്രൈസ് റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ബോണ്ടിൻ്റെ വാല്യൂയിലുള്ള മാറ്റത്തിനെയാണ് പ്രൈസ് റിസ്ക് എന്ന് പറയുക. ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബോണ്ടിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരും. നമുക്ക് ചിലപ്പോൾ ഭാവിയിൽ നഷ്ടമാവും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ നമ്മുടെ ബോണ്ടിന് ഡിമാൻഡ് ഉണ്ടാവും. രണ്ടും ഉണ്ട് കാര്യം. ഇപ്പോൾ മാർക്കറ്റിൽ 4% ഇൻട്രസ്റ്റ്, 5% എന്നുള്ളത് 4% ആയാൽ നമ്മുടെ ബോണ്ട് 10,000 എന്നുള്ളത് 12,000-ന് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. ക്ലിയർ? കാരണം നമ്മുടെ ബോണ്ടിന് കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഓൾസോ. ക്ലിയർ? നമ്മളുടെ സെക്യൂരിറ്റി
വിൽക്കുന്ന സമയത്ത്, നമ്മുടെ ബോണ്ട് വിൽക്കുന്ന സമയത്ത് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റിൽ റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ദിസ് ക്യാൻ ലീഡ് ടു എ ലോസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു റീഇൻവെസ്റ്റ്. അതിനെയാണ് റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഉണ്ട്. ഒന്ന് ഡ്യൂറേഷൻ റിസ്ക്കും ഒന്ന് ബേസിസ് റിസ്ക്കും. ക്ലിയർ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെച്യൂരിറ്റി, അതായത് നമ്മൾ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഇത്ര ഒരു കാലാവധിക്കുള്ളിൽ ആ ബോണ്ട് വിറ്റാൽ മാത്രമേ അതിൽ നിന്ന് ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുള്ളൂ. അതായത് ഒരു ബോണ്ട് ഹോൾഡ് ചെയ്യാൻ ഏറ്റവും നല്ല പീരീഡ് ഉണ്ട്, ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ. ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പഠിച്ചതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ബേസിസ് റിസ്ക്. മാർക്കറ്റിൽ നേരെ തിരിച്ച് നെഗറ്റീവ് ഡൗൺ ടേൺ ആവാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ റിസ്കിന്, നമ്മുടെ ബോണ്ടിൻ്റെ വാല്യൂ കുറയാനുള്ള സാധ്യത ഉണ്ട്. അതിനെയാണ് നമ്മൾ ബേസിസ് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? വൺ ഇസ് ക്രെഡിറ്റ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ കമ്പനി. നമ്മുടെ കമ്പനിയുടെ ക്രെഡിറ്റിലുള്ള റിസ്ക്, അതായത് നമ്മുടെ കമ്പനി മൂല്യമില്ലാതെ ആവുക, നമ്മുടെ കമ്പനിക്ക് കൂടുതൽ കടമുള്ള കമ്പനി, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കുമ്പോൾ നമ്മുടെ ഇക്വിറ്റി കുറയുകയും ഡെപ്റ്റ് കൂടുതലാവുകയും ചെയ്താൽ നമ്മളുടെ കമ്പനി ഭയങ്കര കട എന്നുള്ളൊരു അഭിപ്രായം വന്നാൽ പുറത്തെ മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ ബോണ്ടിൻ്റെയൊക്കെ വാല്യൂ കുറയാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ? ലെങ്ത് ഓഫ് ലോൺ ടേംസ്. അപ്പോൾ നമ്മളുടെ ലോൺ ടേമിൻ്റെ ലെങ്ത്തിനനുസരിച്ച്, ക്ലിയർ? അപ്പോൾ ചില സമയത്ത് ലെങ്ത്ത് ഭയങ്കര കൂടുതലാവും, ചില സമയത്ത് ലോണിൻ്റെ ടേംസിന് ലെങ്ത്ത് കുറവാവും. അതും ഇൻട്രസ്റ്റ് റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ. മാർക്കറ്റിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഇസ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ വൈ ഇൻട്രസ്റ്റ് റേറ്റ്. കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് കുറയാണ് സാഹചര്യമൊക്കെ വരുമ്പോൾ. ആൻഡ് ഓഫ് കോഴ്സ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ഓൾസോ അനദർ റീസൺ. ക്ലിയർ? So these are the factors that affect the interest rate risk. And now let's see the techniques of managing interest rate fluctuation. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെ ടെക്നിക്സ് ആണുള്ളത്. 5 ടെക്നിക്സാണ് നമുക്കുള്ളത്. ആദ്യത്തെ ടെക്നിക്ക് ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറച്ച് ഇക്വിറ്റിയിലും കുറച്ച് ബോണ്ടിലും നമ്മൾ നേരത്തെ പഠിച്ച പോലെ പല സ്ഥലത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ്. സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സേഫസ്റ്റ് ഓപ്ഷനാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ, അങ്ങനെ 5 ഇയേഴ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാതെ 6 months 7 months ഷോർട്ടർ ഡ്യൂറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ അറിയോ, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ബോണ്ടും തമ്മിൽ വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. ഇതെപ്പോഴാണ് ഇത്രയും ഹ്യൂജ് ഫ്ലക്ച്വേഷൻ വന്നിട്ട് നമ്മുടെ ബോണ്ടിന് മാർക്കറ്റ് ഇല്ലാതെ ആവണമെന്ന് വെച്ചാൽ ഭയങ്കര കാലാവധി 10 വർഷത്തെ ബോണ്ടൊക്കെ നമ്മളെടുത്തു, നമുക്ക് 10% റിട്ടേൺ കിട്ടണ ബോണ്ടാ വെച്ചാൽ 10 വർഷം കഴിഞ്ഞ് നമ്മളത് നമ്മുടെ ബോണ്ട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടാവും ബോണ്ടിന്. അത് നമ്മുടെ റിസ്ക് ഭയങ്കരമായിട്ട് കൂട്ടും. ക്ലിയർ? ആൻഡ് സെല്ലിങ് ദ ലോങ് ടേം ബോണ്ട്സ് കോമൺ ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ടാമത്തേൻ്റെ എക്സ്റ്റൻഷനാണ് നമ്മുടെ ലോങ് ടേം ബോണ്ട്സ് വിൽക്കുക. അപ്പോൾ വിൽക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ പൈസ കൊണ്ട് വേറെ ബോണ്ട് മാർക്കറ്റിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോണ്ട്, നമ്മുടെ ബോണ്ടിന് വാല്യൂ കുറഞ്ഞു തുടങ്ങണമെന്ന് കാണുമ്പോൾ നമ്മുടെ ബോണ്ട് വിൽക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കുറച്ചും കൂടി നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. അത് റീഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും പുതുക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് സെല്ലിങ് ലോങ് ടേം ലോൺ. ആൻഡ് പർച്ചേസിങ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, അതൊരു ഇതാട്ടോ. നമ്മൾ ഈ ഫിക്സഡ് റേറ്റ് ബോണ്ടുകൾക്ക് പിന്നാലെ പോകുമ്പോഴാണ്
മാർക്കറ്റിൽ പുതിയ ബോണ്ട് ഉണ്ടാവുകയും നമ്മുടെ ബോണ്ട് ലെസ് അട്രാക്റ്റീവ് ആവുകയൊക്കെ ചെയ്യണത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഫ്ലോട്ടിംഗ് റേറ്റ് ആയിട്ടുള്ള ബോണ്ട്, മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് നമ്മുടെ റിട്ടേൺ മാറി വരണ റിസ്ക് ഉണ്ട്. അതെടുക്കുമ്പോൾ റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ 10% റിട്ടേൺ കിട്ടുന്ന ബോണ്ടാണ് വെച്ചാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 8 ആവാം, 7 ആവാം, പക്ഷേ അത് 15 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് ഉണ്ടെങ്കിലും എക്സാക്ട് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഇക്വിറ്റിയുടെ പോലെ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ക്ലിയർ? ആൻഡ് വൺ ലാസ്റ്റ് മെത്തേഡ് ഇസ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞ മെത്തേഡിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഓൾ ദാറ്റ് നമ്മുടെ റിസ്ക് കുറയ്ക്കാനുള്ള, നമ്മുടെ ഷെയറിൻ്റെ റിസ്ക്, ബോണ്ടിൻ്റെ റിസ്ക് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്, swaps options, embedded option, caps, floors and collars. ഇത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ക്ലിയർ? അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ നമ്മൾ ഫോർവേഡ്സ് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്യുക. അതേപോലെ ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റ് വയ്ക്കുക. ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റിൽ വയ്ക്കുമ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മാത്രമാണ്, അതായത് ഫോർവേഡ് റേറ്റ് ഓൺലി എ നെറ്റ് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. നമ്മൾ നേരത്തെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ക്ലാസ്സിൽ പ്രത്യേകം ഫോർവേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബോണ്ട് വാങ്ങുക, വിൽക്കുക ഒക്കെ ചെയ്യും. ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റിൽ അങ്ങനെയല്ല. എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ എൻറ്റർ ചെയ്യണതാണ്. അതിൽ എന്താ വെച്ചാൽ ഡിഫറൻസ് മാത്രമേ സെറ്റിൽ ചെയ്യുള്ളൂ. അതാണ് ഫോർവേഡ്സും ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഫോർവേഡ്സിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ ബോണ്ട് വാങ്ങുക, വിൽക്കുക എന്നുള്ളതൊക്കെ ഫോർവേഡ് റേറ്റിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. ആ ദിവസം വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ സെറ്റിൽമെൻറ്റ് നടത്തും. വാങ്ങുകയാണെങ്കിൽ വാങ്ങുക, വിൽക്കുകയാണെങ്കിൽ വിൽക്കുക. മറ്റേത് ഫോർവേഡ് റേറ്റ് എഗ്രിമെൻറ്റ്സിൽ അങ്ങനെയല്ല. ഡിഫറൻസിന് മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. ക്ലിയർ? ഡിഫറൻസിന് മാത്രമേ ട്രീറ്റ് ചെയ്യുള്ളൂ. ആൻഡ് നെക്സ്റ്റ് സ്വാപ്സ്. നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് വ്യത്യാസം വന്നാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാനുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരാൾക്ക് ഫിക്സഡ് റേറ്റും ഒരാൾക്ക് ഫ്ലോട്ടിംഗ് റേറ്റുമാണ് വേണ്ടത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് ആ റിസ്ക് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ? ദാറ്റ് ഈസ് ഓൾസോ. ആൻഡ് നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സ്. ഫ്യൂച്ചറും ഫോർവേഡും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ടേംസ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടിയും സ്പീഡിൽ നമ്മൾ മൂവ് ചെയ്യണത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഓപ്ഷൻസ്. ഓപ്ഷൻ ടു ബൈ, ഓപ്ഷൻ ടു സെൽ. രണ്ട് രീതിയിലും നമുക്ക് ഇൻട്രസ്റ്റ് ബോണ്ട് വാങ്ങാം, വിൽക്കാം, ഒക്കെ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് സ്വാപ്പേഷൻസ്. സ്വാപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ടു എൻറ്റർ ഇൻ ടു എ സ്വാപ്പ്. ഓപ്ഷനും സ്വാപ്പും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് സ്വാപ്പേഷൻസ്. സ്വാപ്പ് ഓപ്ഷനാണ്, അതായത് നമുക്ക് സ്വാപ്പിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓപ്ഷൻ ടു ബൈ എ സ്വാപ്പ്, ഓപ്ഷൻ ടു സെൽ എ സ്വാപ്പ്. ഓപ്ഷനിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള, സ്വാപ്പിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ രണ്ട് പാർട്ടിക്കും കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റിന് ഫ്ലക്ച്വേഷൻ വന്നാൽ. ക്ലിയർ? അപ്പോൾ അതാണ് ഒരു സ്വാപ്പ് ഓപ്ഷൻസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് എംബഡഡ് ഓപ്ഷൻ. എംബഡഡ് ഓപ്ഷൻ പറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്പോഷർ മാനേജ് ചെയ്യാൻ എംബഡഡ് ഓപ്ഷനിലേക്ക് ചെയ്യും. എംബഡഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്ലൈൻ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ബോണ്ട് കോൾ ചെയ്തിട്ട് പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യാം. ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ കുറയാന്ന് തോന്നിക്കഴിഞ്ഞാൽ, എൻ്റെ കയ്യിൽ 5% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, മാർക്കറ്റിൽ 5% ഉള്ളത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ 7% ആയി. അപ്പോൾ എൻ്റെ ബോണ്ട് ലെസ് അട്രാക്റ്റീവായി. അപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ എൻ്റെ ബോണ്ട് കോൾ ചെയ്ത് എടുത്തിട്ട്, അതായത് എൻ്റെ ബോണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യാം മാർക്കറ്റിൽ. അത് കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് എനിക്കല്ലാതെ ചെയ്യാൻ പറ്റുക. ഹോൾഡ് ചെയ്യണത് ഞാനാച്ചാലും ഇത് കമ്പനിക്കാണ് നഷ്ടം വരിക.
അപ്പോൾ കമ്പനിക്ക് എന്താ ചെയ്യുക വെച്ചാൽ അവരുടെ ബോണ്ട് തിരിച്ചെടുത്തിട്ട് പുതിയ ബോണ്ട് ഇഷ്യൂ ചെയ്യാം 7%. അപ്പോൾ ബോണ്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുകയാണ് മാർക്കറ്റിൽ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ക്യാപ്സ് എപ്പോഴും എന്താ വെച്ചാൽ ഒരു സീലിംഗ് കൊണ്ടുവരിക. അതായത് നമുക്ക് ലോസ് ആവുക എന്നുള്ളത്, ലോസ് വരുന്ന സമയത്ത് നമുക്ക് ഒരു സീലിംഗ് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു അതായത് നമ്മളിപ്പോൾ പറയില്ലേ, ഒരു ക്യാപ്പ് നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു റേറ്റിലും കൂടുതൽ പോവാച്ചാൽ ഒരു അപ്പർ ലിമിറ്റിൽ വെച്ചിട്ട് ആ ഇൻട്രസ്റ്റ് റേറ്റിനെ നമുക്ക് നമ്മൾക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്ന റിസ്കിനെ കുറയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഒരു ക്യാപ്ലെറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ക്യാപ്പ് വയ്ക്കുക. ഇത്ര പെർസെൻറ്റേജിന് കൂടുതൽ ഇൻട്രസ്റ്റ് പോയാൽ അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജിന് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് പോയാൽ അതെന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ആ ക്യാപ്പും കൂടി വെച്ചിട്ട് ബൈ ചെയ്യണം. അതിപ്പോൾ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങാനുള്ളൊരു തീരുമാനം വെക്കുക വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പ്രീമിയം വെക്കാം. അതായത് നമുക്കൊപ്പം അതിന് ഒരു ക്യാപ്പും കൂടി വാങ്ങിക്കാം. ക്ലിയർ? അപ്പോൾ ക്യാപ്പ് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും, ക്യാപ്പ് സെല്ലർ ഉണ്ടാവും. അപ്പോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഷീൽഡാണ്. അതായത് അതിനേക്കാളും കൂടുതൽ അതിൻ്റെ ഫ്ലക്ച്വേഷൻ പോവില്ല. അപ്പോൾ ക്യാപ്പിനൊരു സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഫ്ലോട്ടിംഗ് റേറ്റ് ലോണൊക്കെ വരിക വെച്ചാൽ നമ്മുടെ ലോസ് ഭയങ്കരമായിട്ട് വരാതിരിക്കാനാണ് നമ്മൾ ഈ ക്യാപ്പ് വയ്ക്കുന്നത്. ക്ലിയർ? അപ്പോൾ പിന്നെ ഈ ഒരു ക്യാപ്പ് തീരുമാനിക്കുന്നത് ലിബറാണ്. ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റിലാണ് ക്യാപ്പിന് സീലിംഗ് വരിക. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ഫ്ലോർസ്. ഇതൊരു ഓപ്ഷനാണ്. ഫ്ലോർ എന്ന് പറയുമ്പോൾ പുട്ട് ഓപ്ഷൻ പോലെ, ഫ്ലോർ എന്ന് പറഞ്ഞാൽ മിറർ ഇമേജാണ് ക്യാപ്പിൻ്റെ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ലൈക്ക് ദ ക്യാപ്പ് സീരീസ് ഓഫ് കോമ്പോണൻറ്റ് ഓപ്ഷൻസ് വെയർ ദേ ആർ പുട്ട് ഓപ്ഷൻ ആൻഡ് ദ സീരീസ് കോമ്പോണൻറ്റ്സ് ആർ റെഫേർഡ് ടു ആസ് ഫ്ലോററ്റ്സ്. നമ്മുടെ ക്യാപ്പിൻ്റെ പോലെ ഒരു ഫ്ലോററ്റ്സ് പുട്ട് ഓപ്ഷനിൽ കൊണ്ടുവരുന്നതിനാണ്. ക്ലിയർ? പിന്നെ അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഓപ്ഷനിൽ ആരാ ഗെയിൻ ചെയ്യുക? ലോങ് ബയ്യർക്കാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലോർ ലൈക്ക് ദ ക്യാപ്പ് ഒരു പുട്ട് ഓപ്ഷന് കൊടുക്കുന്ന ഫ്ലോറാണ്. അപ്പോൾ അതായത് ആ ഫ്ലോറ് whoever is long the floor is paid upon maturity of the florets if the reference rate is below the floor's strike price. ഒരു നിലം വെക്കുകയാണ്, ആ നിലത്തിനേക്കാളും താഴെ സ്ട്രൈക്ക് പ്രൈസ് പോയാൽ സെല്ലറിന് ഭയങ്കര നഷ്ടം വരികയാണ്. അപ്പോൾ ആ നഷ്ടത്തിനെ ബയ്യർ പേ ചെയ്യണം. ക്ലിയർ? അതായത് പ്രൊട്ടക്റ്റ് ചെയ്യണം. വില കുറയണം, വില കൂടുന്നതിനുള്ള പ്രൊട്ടക്ഷനാണ് ക്യാപ്പ്. വില ഭയങ്കരമായിട്ട് കുറയുമ്പോൾ സെല്ലറിന് ഹെവി ലോസ് വരുമ്പോൾ ഫ്ലോറാണ് വെക്കുക. അപ്പോൾ ഫ്ലോറിന് പുട്ട് ഓപ്ഷനാണ്. അപ്പോൾ ഫ്ലോററ്റ്സും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ പുട്ട് ഓപ്ഷൻ ചെയ്യണ ആൾ അതും കൂടിയും അതിൻ്റെ ഒപ്പം വാങ്ങിക്കുക. മറ്റത് കോൾ ഓപ്ഷൻ ചെയ്യണ ആളാണ് ക്യാപ്പ് വാങ്ങുക. അതായത് ക്യാപ്പ് വാങ്ങുമ്പോൾ എന്താണെന്നറിയോ, ക്യാപ്പിനേക്കാളും കൂടുതൽ ആ റേറ്റ് പോവില്ല. അവിടെ നമ്മളൊരു സീലിംഗ്, തലയിൽ വെക്കുന്ന ഒരു സീലിംഗ് പോലെ അവിടെ നിലനിർത്തുകയാണ്. വാങ്ങുന്ന ആൾക്ക് ഭയങ്കര വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല ക്യാപ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ. ഫ്ലോററ്റ്സ് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വില കുറവിൽ വിൽക്കേണ്ട ഒരു ഗതികേട് വരുമ്പോൾ അവർ ഫ്ലോററ്റ്സും കൂടി ഭാവിയിൽ വില കുറയാനുള്ള സാധ്യത ഉണ്ടോ, ടെൻഷൻ ഉണ്ടോ എന്ന് വരുമ്പോൾ ഒപ്പം ഈ ഫ്ലോററ്റ്സും കൂടി വാങ്ങും. അപ്പോൾ ഫ്ലോറിനേക്കാളും നിലത്തിനേക്കാളും താഴെ പോവുകയാണെങ്കിൽ ആ നിലത്തിൻ്റെ റേറ്റിലെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റണം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് കോളേഴ്സ്. അതും ഒരു പ്രൊട്ടക്ഷൻ ഇതാണ്. ഒരു പ്രൊട്ടക്റ്റീവ് കോളർ വിൽക്കുക. അപ്പോൾ സൈമൾട്ടേനിയസ്ലി നമ്മളെന്താ വെച്ചാൽ ഒപ്പം ഒരു ക്യാപ്പും ബൈയിങ് എ ക്യാപ്പ് സെല്ലിങ് എ ഫ്ലോർ ഒപ്പം അക്കംപ്ലിഷ് ചെയ്യാനുള്ളതാണ്. രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതിനാണ് കോളറിങ് എന്ന് പറയുക. കോളർ
പ്രൊട്ടക്ട്സ് ആൻ ഇൻവെസ്റ്റർ ഹൂ ഇസ് ലോങ് ഓൺ എ സ്റ്റോക്ക്. ഇപ്പോൾ സീറോ കോസ്റ്റ് കോളർ ഉണ്ട്. ബൈ ചെയ്യുന്ന ആളെയും സെല് ചെയ്യുന്ന ആളെയും ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് കോളർ എന്ന് പറയുക. ക്ലിയർ? സോ ദീസ് ആർ ദ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെ. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് പഠിക്കുന്ന സമയത്ത് ബോണ്ടിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റിൽ പഠിച്ചതാണ്, വീണ്ടും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളവിടെ പഠിച്ചതാണ്. ആ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ക്ലിയർ? ബോണ്ടിൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, സിമ്പിളായിട്ടുള്ള ഫോർമുല ഉണ്ട്. ബോണ്ടിൻ്റെ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ വരുന്നത്. ക്ലിയർ? സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് we have discussed today.